ഹായ് ഫ്രണ്ട്സ്, നേന്ത്രപ്പഴവും ബ്രെഡും ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നേന്ത്രപ്പഴം വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വ്യത്യസ്തമായ ഒരു സ്നാക്സ് ആണിത്. ഫ്രണ്ട്സ്, ഐ ആം ഷാജാൻ കരീം. ടേസ്റ്റ് ഓഫ് ബെസ്റ്റ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കാം. ഈ സ്നാക്ക് ഉണ്ടാക്കാനായി മീഡിയം വലുപ്പത്തിലുള്ള ഇതുപോലുള്ള 2 നേന്ത്രപ്പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഈ പഴം ചെറുതായി കട്ട് ചെയ്ത് മാറ്റിവെക്കുക. ഇനി നമുക്ക് അടികട്ടിയുള്ള ഒരു പാത്രം എടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാനായി വെക്കുക. പാത്രം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയായാലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ചേർത്ത് വഴറ്റിയെടുക്കാം. ലോ ടു മീഡിയത്തിൽ ഫ്ലെയിം സെറ്റ് ചെയ്ത് പഴം ഉടഞ്ഞു പോകാത്ത രീതിയിൽ പതുക്കെ ഇളക്കി വേവിച്ചെടുക്കുക. ഒരു 2 മിനിറ്റ് വഴറ്റി കളർ ഇതുപോലെ യെല്ലോ കളറിലേക്ക് മാറുന്ന സമയത്ത് 1/3 കപ്പ് അല്ലെങ്കിൽ 50 ഗ്രാം ചെറുതായി ഇതുപോലെ ക്രഷ് ചെയ്ത പീനട്ട് കൂടി ചേർത്ത് കൊടുക്കാം. റോസ്റ്റ് ചെയ്ത പീനട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്, പക്ഷേ റോസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇനി നമുക്ക് 1/2 കപ്പ് ചിരവിയെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അവസാനമായി 1/4 കപ്പ് ട്യൂട്ടി ഫ്രൂട്ടി കൂടി ചേർത്ത് കൊടുക്കാം. ട്യൂട്ടി ഫ്രൂട്ടി ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഈ സ്നാക്സ് ഒരു കളർഫുൾ ആയി കിട്ടാൻ വേണ്ടി ചേർത്തതാണ്. ഇനി ഇവയെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം മാറ്റിവെക്കാം. നമ്മളിവിടെ ഉണ്ടാക്കിയ ഈ ബനാന കൊണ്ടുള്ള ഈ മിക്സിനെ ബ്രെഡ് കൊണ്ടൊരു പോക്കറ്റ് ഉണ്ടാക്കി ആ പോക്കറ്റിനകത്തേക്ക് ഫിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ബ്രെഡ് കൊണ്ടുള്ള ആ പോക്കറ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനായി ഇതുപോലെ 2 സ്ലൈസ് ബ്രെഡ് എടുക്കുക. അതിനുശേഷം ഇതുപോലുള്ള റോളർ കൊണ്ട് നന്നായി പരത്തുക. ഒരു ഭാഗം ഇതുപോലെ നന്നായി പരത്തിയ ശേഷം തിരിച്ചു വെച്ച് അടുത്ത ഭാഗം കൂടി നന്നായി പരത്തിയെടുക്കുക. ശേഷം ഇതുപോലുള്ള വൃത്താകൃതിയിലുള്ള മോൾഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ ഒരു അടപ്പ് ഉപയോഗിച്ചോ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ടോട്ടൽ 14 ബ്രെഡ് കൊണ്ട് 7 എണ്ണം ഇതുപോലത്തെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവയെല്ലാം ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്ത് പോക്കറ്റ് ഷേപ്പിൽ ആക്കിയെടുക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഈ മുട്ടയുടെ കൂടെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കുക. ഇതുകൂടാതെ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുത്ത ഈ മുട്ടയുടെ മിക്സിനെ ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് ബ്രെഡ് ക്രംസ് ആണ്. അത് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് എടുത്തു വെക്കാം. ഇനി ഓരോ പീസുകളായി എടുത്ത് ഈ മുട്ടയുടെ മിക്സിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞു വെക്കാം. ഈ സമയത്ത് കുറച്ച് ഓയിൽ ചൂടാക്കാനായി വെക്കുക. ഈ ബ്രെഡ് ക്രംസിൽ ബ്രെഡ് എല്ലാം കോട്ട് ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് ഓയിൽ ചൂടായി വന്നോളും. ബ്രെഡിന്റെ 2 വശത്തും ബ്രെഡ് ക്രംസ് നന്നായി പിടിപ്പിക്കുക. ഇതുപോലെ 7 പീസും കോട്ട് ചെയ്തെടുത്ത ശേഷം ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ 7 പീസും ബ്രെഡ് ക്രംസിൽ നന്നായി പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസുകളായി ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഭൂരി, ബട്ടൂരി എല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്ന അതേ മെത്തേഡിൽ തന്നെയാണ് ഈ ബ്രെഡും ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ബ്രെഡ് ഓയിലിലേക്ക് ഇട്ട ശേഷം ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച ശേഷം കുറേശ്ശെ ഓയിൽ മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഒരു 30 സെക്കൻഡിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക. ഓയിൽ ഇങ്ങനെ കുറേശ്ശെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് കാണാം ഇതിങ്ങനെ പഫിയായി പൊന്തി വരുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഓയിൽ ചൂട് കൂടാതെയും കുറയാതെയും ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ 7 പീസുകളും ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ഇതിന്റെ ചൂടൊന്ന് പോകുവാനായി റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയത്ത് നമ്മൾ ബ്രെഡ് ഫ്രൈ ചെയ്തെടുത്ത അതേ ഓയിലിലേക്ക് 1/2 കപ്പ് അവലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ കോരി മാറ്റി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. ചെറുതായി ഒന്ന് ചൂടാറിയ ശേഷം നമ്മൾ ഉണ്ടാക്കിയ ഈ ബ്രെഡ് പോക്കറ്റ് 2 പീസുകളായി കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ടോട്ടൽ 14 ബ്രെഡ് പോക്കറ്റുകൾ നമ്മൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ഓരോ പോക്കറ്റുകളായി എടുത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴത്തിന്റെ മിക്സ് ഒരു 1.5 ടേബിൾ സ്പൂൺ ഈ പോക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. മുകളിലായി 1 ടേബിൾ സ്പൂൺ ഫ്രൈ ചെയ്ത് വെച്ച അവല് കൂടി ഇട്ട് കൊടുക്കുക. ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഏറ്റവും മുകളിലായി കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള ബനാന പോക്കറ്റ് റെഡിയാണ്. എനിക്കിവിടെ പ്രത്യേകം പറയാനുള്ള ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. നല്ല പഴുത്ത നേന്ത്രപ്പഴവും തേങ്ങയും വറുത്ത നിലക്കടലയും കൂടാതെ ഫ്രൈ ചെയ്ത അവലും. ഇവ 4ഉം കൂടിയുള്ള ഒരു കോമ്പിനേഷന്റെ ടേസ്റ്റ് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ ബനാന പോക്കറ്റിനുള്ളത്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിന്നിവിടെ ഉണ്ടാക്കിയ ബനാന പോക്കറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി എന്നെ അറിയിക്കുക. വീണ്ടും നല്ലൊരു വിഭവമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.